വികസന സംവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേർക്കുനേർ എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വികസന സംവാദ വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഏറ്റെടുത്തു. വളരെ സന്തോഷമല്ലേ, അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം. ഏത് പ്രതിപക്ഷമായാലും എന്താ ചെയ്ത് പലതും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത് എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. ഇപ്പോഴും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ആദ്യം കേരളത്തിൻ്റെ വികസനത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഏറ്റവും പ്രധാന പ്രശ്നം, നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJPയെ അവരുടെ മനസ്സിന് ചെറിയ നോവൽ പോലും ഒരു വിഷമവും അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ്? UDF കൂട്ടാണെന്നത്. ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ? ഇതിൻ്റെ ഭാഗം എടുക്കും. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കെടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. അദ്ദേഹം നടത്തിയ വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു. സംവാദത്തിന് ഇപ്പോഴെങ്കിലും തയ്യാറായതിൽ സന്തോഷമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ സംവാദത്തിന് ഇരുകൂട്ടരും തയ്യാറായി വന്നിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ നടത്തി. സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാം. അതായത് മുഖ്യമന്ത്രിക്ക് തന്നെ സംവാദം എന്ന് നടത്താം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാം. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് താൻ എത്തുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് സതീശനും സംവാദത്തിന് തയ്യാറായതോടെ വികസന സംവാദത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഈ ഘട്ടത്തിൽ സംവാദത്തിന് തയ്യാറായുമോ? കേവലം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദത്തിനുള്ള ക്ഷണം അക്സെപ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അത് പ്രാവർത്തികമാകുമെന്ന് ഇനി കണ്ടറിയണം.